ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗെയിം. അപ്പോൾ നമ്മൾ അസർബൈജാനിലാണ്. Very small. Yes, it's one way is whole Qatar. 40 minutes is 1 hour. 1 hour. Yes, 1 hour. Yes. Maybe 1 hour. നമ്മളെ ഡ്രൈവറായിട്ട് നമ്മളെ പിക്ക് ചെയ്ത് ഹോട്ടലിലാക്കി. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു പരിചയമുള്ള നാടല്ലേ, ഒന്ന് പഠിച്ചതിന് ശേഷമൊക്കെ തെണ്ടാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ആകെപ്പാടെ ചെയ്ത കാര്യം അതാണല്ലോ, അതുകൊണ്ട് കിടക്കാൻ സ്ഥലം കിട്ടി. എനിക്കത് കണ്ട് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. അതൊരു ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ ആർക്കിടെക്ചർ, അങ്ങനെ ഒരു സെറ്റപ്പ് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഒരു ഭംഗിയൊക്കെ തോന്നി. ഹോട്ടൽ വെച്ചിട്ട് പഴയതാണ്, പക്ഷേ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് വിചാരിച്ചു നല്ല വിശപ്പുണ്ടായി, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഒന്ന് ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വി ജസ്റ്റ് വെന്റ് ഔട്ട് ഫോർ ലഞ്ച്. 1-2 തവണ ആ സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി കിടന്നു. എന്നാലും ഒത്തിരി കഫേസും ഒത്തിരി ആൾക്കാരും, ഒരു കുറേ യൂറോപ്യൻസ്, എല്ലാവരും കണ്ട യൂറോപ്യൻസ് എന്നേ പറയുള്ളൂ. അത്രയും നല്ല ഭംഗിയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഫേസ് ഉണ്ട്, നമ്മൾ കാണാത്ത ഒത്തിരി റെസ്റ്റോറൻറ്റ്സ്, മോസ്റ്റ്ലി ലൈക്ക് യൂറോപ്യൻ ഡിഷസൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ നമ്മുടെ ഹോട്ടലിന് ചുറ്റും കറങ്ങി അവസാനം ഇച്ചിരി സുന്ദരിമാരായ ആൾക്കാരൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. സത്യം പറഞ്ഞാൽ മെനു വായിച്ചപ്പോൾ അവിടെ സാധനം എന്താണ് ഏതാണെന്ന് യാതൊരു പിടിയുമില്ല. പേര് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് കണ്ണടച്ചൊരെണ്ണം ചൂസ് ചെയ്ത് 2 സാധനം കൊണ്ട് മുമ്പിലും വെച്ചു. 2 പേരും നേർത്താക്കുകയും ചെയ്തു. അല്ലാതെ ആ സാധനം എനിക്കറിയില്ല. ഓർഡർ ചെയ്ത് ഞാൻ പിന്നീട് ആലോചിച്ചത് വേണ്ടായിരുന്നു. നമ്മൾ ബാക്കുവിൽ വന്നത് മുതൽ കേൾക്കുന്ന പേരാണ് നിസാമി സ്ട്രീറ്റ് എന്നുള്ളത്. ഈ നിൽക്കുന്ന അപ്പനാണ് നിസാമി. ഈ പുള്ളിയുടെ പേരിലാണ് ഈ ഫുൾ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കു ഓൾഡ് സിറ്റി അതൊന്ന് കാണാമെന്ന് വെച്ചു. അത് വളരെ പുരാതനമായിട്ട് അവിടെയുള്ളൊരു സിറ്റിയാണ്. കുറേ കോട്ടയും അതിനകത്ത് പണ്ട് അവർ ജീവിച്ചിരുന്ന കുറേ പഴയ വീടുകളും സ്ട്രീറ്റും കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ടൊരു നല്ലൊരു സ്ഥലം. അപ്പോൾ നേരെ നടന്നു വരുമ്പോൾ ആ കാണുന്നതാണ് മെയ്ഡൻ ടവർ. ഇതൊരു 12-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ഇതും ഈ ഓൾഡ് ബാക്കു സിറ്റിയും ആൻഡ് ഒരു ശിവൻ ഷാസ് പാലസ് എന്ന് പറഞ്ഞൊരു പാലസ് ഉണ്ട്, അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതെല്ലാം യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഇതിൽ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് മേളിൽ കയറാൻ നല്ല രസമാണ്. അതിനകത്ത് ഫുള്ള് നമുക്കൊരു ഗുഹയ്ക്കകത്ത് കയറിയൊരു ഫീലിംഗ് കിട്ടും. അങ്ങനെ വലിഞ്ഞ് ഇതിൻ്റെ മേളിൽ കയറി അതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കു സിറ്റീൻ്റെ ആ ഒരു കോസ്റ്റൽ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ വെച്ചുണ്ടായ രസകരമായ സംഭവം, എനിക്ക് നല്ല ഫാൻസായിരുന്നു അവിടെ. അരച്ചിരിക്കരുത്, അവരാരും ഈ ഡാർക്ക് സ്കിന്നായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലത്രേ. എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു.
ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ എല്ലാ വീടിനും ബാൽക്കണി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ജനലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് ഫ്ലെയിം ടവർ. അസർബൈജാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു ടവറായിരിക്കും. അതിനെ കാണാൻ നമ്മൾ രാത്രി പോകുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറേ വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. തൽക്കാലം പിക്ചർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് അവിടെ നിന്നുള്ള വ്യൂ, വാവ്, യു വിൽ ലവ് ഇറ്റ്. ഒരു പ്രശ്നം, ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല. ഇങ്ങനെ നടക്കാം. ദോസ് ഹു ലവ് ടു വർക്ക് ദേ ക്യാൻ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷിവൻ ഷാ പാലസ്. അതും ഏതാണ്ട് ഒരു പഴയ ബിൽഡിംഗ് ആണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് അടച്ചു. ഇതാണ് ദ ഫേമസ് നിസാമി സ്ട്രീറ്റ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ടൈലൊക്കെ ഇട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് എ പാർക്ക്. അതിൻ്റെ രണ്ട് സൈഡിലും പല പല ഷോപ്സ് ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്സും സ്വീറ്റ് ഷോപ്സ്, അങ്ങനെ പല പല ഷോപ്സ്. നമുക്കിങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസമാണ്. അസർബൈജാനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതാണ്. ഇറ്റ്സ് എ മീറ്റ് പാരഡൈസ്. മീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കണം, നല്ലതാണ്. എനിക്ക് അവിടുത്തെ കുറച്ച് ക്യൂസീൻസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. തീരെന്നും അറിയില്ല. ഡ്രൈവർ ചേട്ടനോട് ചോദിച്ച് പുള്ളി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. എന്താ പറയുക, ഉള്ളത് പറയണമല്ലോ. കാണാൻ നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്. ഫുഡിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഈ ആൾക്കാരൊക്കെ പറയുന്നത് 100% ശരിയാണ്. യു വിൽ ലവ് ദ മീറ്റ്. അപ്പോൾ ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇനി നമുക്ക് ബാക്കി അടുത്ത പാർട്ടായിട്ട് കാണാം. ഓക്കെ, ടേക്ക് കെയർ.